സർക്കാരിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചുനാൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ പിന്നാലെ നടന്നു. ഇപ്പോൾ കൺമുന്നിലുള്ള രാഹുലിനെ പിടികൂടാൻ കഴിയാതെ നെട്ടോട്ടം. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ MLAയുടെ അറസ്റ്റ് വിലക്ക് നീട്ടിയതോടെ ആകെപ്പെട്ടത് പോലീസുകാരാണ്. ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും അന്വേഷണ സംഘം നടത്തിയിരുന്നു. മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുലിന്റെ ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനാണ് ഹൈക്കോടതി തീരുമാനം. രണ്ടാമത്തെ യുവതിയുടെ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുന്നതും മാറ്റിവെച്ചു. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇത് കണക്കിലെടുത്താണ് സിംഗിൾ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത് നീട്ടിയത്. ആദ്യത്തെ കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി വിലക്കിയത്. വീണ്ടും പരിഗണിച്ചപ്പോൾ കേസ് വ്യാഴാഴ്ച വാദത്തിലെടുക്കാമെന്ന് തീരുമാനിക്കായിരുന്നു. അന്നുവരെ അറസ്റ്റും വിലക്കി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയെന്നുമാണ് രാഹുലിന്റെ വാദം. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല. ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ആദ്യ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം പത്തനംതിട്ടയിൽ ഉണ്ടാകണമെന്നും ജില്ല വിട്ടു പോകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിന്റെ ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കുക. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതോടെ 15 ദിവസം ഒളിവിലായിരുന്ന രാഹുൽ കഴിഞ്ഞ 11-നാണ് പാലക്കാട് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ നിലവിൽ അടൂരിലെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിനിറങ്ങിയപ്പോൾ പിന്നാലെ പോലീസ് പാഞ്ഞെത്തിയിരുന്നു. ഷാഡോ പോലീസ് സംഘമാണ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വീടിന് മുന്നിലുള്ളത്. രാഹുൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ ഇവർക്ക് നിർദ്ദേശമുണ്ട്. News 18 കൊച്ചി. ഈ